ഹലോ അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബ്ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, 1-2 ദിവസങ്ങളായിട്ട് കണ്ണ് നനയിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ചർച്ച നടത്തുന്നത്, അല്ലേ? ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, സ്കൂളൊക്കെ വെക്കേഷൻ ആണല്ലോ, ഫാമിലി എല്ലാവരും കൂടിയിട്ട് അവർ ടൂർ പോവുകയാണ് ചിക്കുമംഗ്ലൂരിലേക്ക്. അവിടെ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ സുന്ദരമായ പ്രകൃതിയുടെ രമണീയത മുഴുവനും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കുടുംബം, 40ഓളം വരുന്ന ആളുകൾ ഒരു സംഘമായിട്ടാണ് അവർ ഈ ടൂർ പോയത്. പക്ഷേ തിരിച്ചു വരുന്നത് ചില ആളുകൾ, ഒരു കൂട്ടം, പിന്നെ ഒരു കൂട്ടം, അവസാനം സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഒരു കുടുംബം, ആ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീനന്ദ എന്ന് പറയുന്ന ഈ കുട്ടിയെ കാണുന്നില്ല. എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്, ദൈവമേ പടച്ചവനെ ആ മകളെ നീ കാണിച്ചു കൊടുക്കണേ എന്ന്. സമൂഹം മുഴുവനും പ്രാർത്ഥിക്കുന്നു, കുടുംബം മുഴുവനും പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവസാനം കഴിഞ്ഞ ദിവസം ചേതനയറ്റ് കിടക്കുന്ന ശരീരവുമായിട്ടാണ് ആ പെൺകുട്ടിയെ പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയമുള്ളവരെ, എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ കുടുംബം ഈ യാത്രയ്ക്ക് വേണ്ടി പോയത്. എത്ര ആനന്ദമായിരിക്കും അവരിവിടുന്ന് പോകുമ്പോൾ. അതുപോലെ തന്നെ സന്തോഷത്തോടെ എല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവർ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ അവർ ആ യാത്ര പോയത്. തൻ്റെ വെക്കേഷൻ എന്ന് പറയുന്നത്, കുട്ടികൾക്ക് വെക്കേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ആനന്ദമാണ്. കളിക്കാനും അവർക്ക് ചിരിക്കാനും അവർക്ക് ഉള്ള ഇടങ്ങളായിട്ടാണ് ഇന്ന് വെക്കേഷനുകളൊക്കെ കാണപ്പെടുന്നത്. പക്ഷേ ആ വെക്കേഷൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു ദാരുണമായ അവസ്ഥയുണ്ടാകുമെന്ന് ഒരിക്കലും ആ കുടുംബം വിചാരിച്ച് കാണില്ല. അള്ളാഹുവിൻ്റെ ഖളാ ആണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് തീരാ നഷ്ടമാണ്, കണ്ണീരാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മനസ്സിലാക്കണം, യാത്ര പോകുമ്പോൾ എത്ര ആളുകൾ പോവുകയാണെങ്കിലും നമ്മൾ കൂട്ടം തെറ്റാൻ പാടില്ല. നമ്മുടെ മക്കൾ ആരൊക്കെയുണ്ട് എന്നത് ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കൂട്ടത്തോടെ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരിക്കലും അവരുടെ ആ ആനന്ദത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടില്ല. പോയവരോ കൊണ്ടുപോകുന്നവരോ കൂടെയുള്ളവരോ ആരും കരുതിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് താഴ്ചയിലാണത്രേ പിന്നീട് ആ പൊന്നുമോളുടെ ചേതനയറ്റ് കിടക്കുന്ന ശരീരത്തെ കാണാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് ആ പൊന്നുമോള് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇതിലൊക്കെ ആ കുട്ടിയെ കാണുന്നുണ്ട്. പക്ഷെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ആ ഫോട്ടോയിൽ ശ്രീനന്ദ എന്ന് പറയുന്ന ആ കുട്ടിയെ കാണുന്നില്ല. ഇവിടേക്ക് ഒരുപാട് ദുരൂഹതകൾ പറയുന്നുണ്ട്, മാതാപിതാക്കൾ പറയുന്നുണ്ട്, ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ആര് തന്നെ ദുരൂഹ സാഹചര്യങ്ങളും മറ്റും പറഞ്ഞിട്ടും കാര്യമില്ല. നഷ്ടമായത് ആ പ്രിയപ്പെട്ട അമ്മയ്ക്കും അച്ഛനുമാണ്. ജീവൻ നഷ്ടപ്പെട്ടത് ആ പൊന്നുമോൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് എങ്ങനെയാണ് ഖളാകളൊന്നും വരിക എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും. അതിനൊക്കെ ഒരു ഖള ഉണ്ട്, മരിക്കുന്നതിനും അത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്നൊക്കെ. റബ്ബ് നമ്മുടെയൊക്കെ മരണം അള്ളാഹു തആല നന്നാക്കി തരട്ടെ. പക്ഷേ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ കൺമുമ്പിൽ കാണുമ്പോൾ നമ്മുടെ ഖൽബ് പൊട്ടിപ്പോവുകയാണ്, കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഇത് വെക്കേഷന് തുടങ്ങിക്കഴിഞ്ഞു, ഇനിയും കുറച്ച് ദിവസങ്ങൾ നമുക്ക് മുമ്പിൽ ബാക്കിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വീട്ടിലും തോടുകളിലും മറ്റുമൊക്കെ ഓടി നടക്കുന്ന സമയങ്ങളാണ്, കളിയുടെ സമയങ്ങളാണ്, കളിയുടെ പ്രായമാണ്. പക്ഷെ അതൊന്ന് വിചാരിച്ചിട്ട് അവരങ്ങോട്ട് പോകട്ടെ, അല്ലെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ, അല്ലെങ്കിൽ അവർ സന്തോഷം എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ മാറ്റി നിർത്തതിന് പകരം കുട്ടികളാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ നടക്കും, പ്രവർത്തിക്കും, പറയും, ഓടിച്ചാടി നടക്കും. പക്ഷെ നമ്മൾ എപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണം. വാപ്പന്മാരെപ്പോഴും ചിലപ്പോൾ വീട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല. കൂടുതൽ മക്കളുടെ അടുത്ത് ചിലവഴിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരായ നിങ്ങളാണല്ലോ. അതുകൊണ്ട് ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. വാപ്പ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതേക്കരം പണിക്ക്, വാഹനം ഓടിക്കുന്നവരുണ്ടാകും, ഓഫീസ് വർക്ക് ചെയ്യുന്നവരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ മക്കളെയും ആ വീടിൻ്റെയും പരിചരണം ഏറ്റെടുത്തിരിക്കുന്നത് ഭാര്യയാണ്, ഉമ്മയാണ്. അപ്പോൾ ഉമ്മയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ആ കാര്യത്തിലൊരു ധാരണ വേണം, ഒരു ചിന്ത വേണം. എൻ്റെ കുട്ടി എവിടേക്ക് പോകണോ, എന്ത് ചെയ്യുന്നു, അതിന് ആരപ്പാ കളിക്കാൻ പോകുന്നത്, എവിടെയാണ് കളിക്കാൻ പോകുന്നത് എന്നത്, അതിലൊക്കെ ഒരു ശ്രദ്ധയും ഒരു കാവലും നമുക്ക് വേണം റബ്ബിൻ്റെ ഖളാഇന് വേണ്ടിയിട്ട്. ആ റബ്ബിൻ്റെ ഖളാ നടക്കും ഭൂമിയിൽ,
നമ്മിൽ നടക്കും. പക്ഷേ അതിൻ്റെ പുറമെ പ്രാർത്ഥനയും നമുക്ക് നന്മയ്ക്കുള്ള പ്രവർത്തനവും നമുക്കതിൻ്റെ കൂടെ വേണം എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. പല സംഭവങ്ങളും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നതുണ്ട്. എല്ലാം കൂടെ ഖലാ മാത്രമല്ല, പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ടും പലതും വരുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഒക്കെ റബ്ബിൻ്റെ ഖലാ അല്ലേ എന്ന് പറഞ്ഞ് പല ആളുകളും മാറ്റി നിർത്തപ്പെടാറുണ്ട്. അതിൻ്റെ പുറമെ നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മളിൽ നിന്ന് പല സംഭവങ്ങളും വരാറുണ്ട്. ഒരു മനുഷ്യനിങ്ങനെ നിൽക്കുകയാണ്, അവൻ്റെ പെരടിക്ക് 2 നമ്മൾ കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ദേഷ്യം വന്നു, അയാൾ പിടിച്ചിട്ട് നമ്മളെ അടിച്ചു, അല്ലെങ്കിൽ നമ്മളെ വധിച്ചു കളഞ്ഞ ആ ദേഷ്യത്തിൽ. ഇവിടെ വന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്, ഒരു കാരണമല്ലാതെ അയാൾ അടിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് അവിടെ അങ്ങനത്തെ ഒരുപാട് ഇതാണ് അശ്രദ്ധയും അതുപോലെ തന്നെ മറ്റു റബ്ബിൻ്റെ ഖലാഉം തമ്മിലുള്ള ബന്ധങ്ങൾ ഇതാണ്, അവിടുത്തെ വ്യത്യാസങ്ങൾ ഇതാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ആ മനുഷ്യനെ അവിടെ അടിച്ചിട്ടില്ല എങ്കിൽ ഈ വ്യക്തിക്ക് ആ ഒരു കൊലപാതകം അവിടെ നടത്തേണ്ടി വരുമോ? അവൻ്റെ ദേഷ്യം കൊണ്ടത് ചെയ്തു, അല്ലെങ്കിൽ അവൻ നല്ല പരിക്ക് നമ്മളെ ഏൽപ്പിച്ചു. ഇത് ചെയ്തത് കൊണ്ടാണ് നമ്മൾ മൃഗമായി അയാളെ പെരടിക്കിട്ട് 2 അടിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാതിരിക്കുക. അതാണ് അവിടെ അശ്രദ്ധയും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, പലതും നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കുടുംബത്തിലും മക്കളിലും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ. ഇപ്പോൾ ട്രിപ്പ് യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. വെള്ളച്ചാട്ടങ്ങളുണ്ടാകും, പോകാൻ പാടില്ല എന്ന് പറഞ്ഞിടത്തേക്ക് പോകരുത്. ചില ആളുകളുണ്ട് ഫോട്ടോ എടുക്കാൻ, റീൽസ് എടുക്കാൻ, അങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്ര അവിടേക്ക് പോകാൻ പാടില്ല, നോ എൻട്രി എന്ന് എഴുതപ്പെട്ട സ്ഥലത്ത് വരെ ചില ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്രകളൊക്കെ പോകുന്ന സ്ഥലത്ത്. എന്നിട്ട് വലിയ വലിയ അപകടങ്ങൾ, വീഴ്ചകൾ, അതുപോലെ തന്നെ മരണങ്ങൾ ഒക്കെ നമ്മുടെ സമൂഹം വേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ശ്രീനന്ദ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോള്, ഈ കുട്ടിയുടെ ഈ മൃതദേഹം അവിടെ നിന്ന് ആ മാതാപിതാക്കൾ കണ്ട, ആ അമ്മ ഇങ്ങനെ കാണുന്ന രംഗമുണ്ട്. തലക്കകത്ത് കൈ വെച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുക, ശ്വാസം പോലും നേരെ എടുക്കാൻ കഴിയാതെ. കാരണം എന്താ, ഒരു മക്കളെ വളർത്തുന്നത് നമ്മൾ എങ്ങനെയാണ്, എത്ര പ്രതീക്ഷകൾ കൊടുത്തിട്ടാണ് അല്ലേ? ആ പ്രിയപ്പെട്ട അമ്മ തായോക്ക് വീണു പോകുന്നതും ഈ ഒരു രംഗം, ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്, ഇത് മകളാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അതെൻ്റെ മകളാണെന്ന് അറിയുമ്പോൾ പടച്ചവനെ, ആ അമ്മൻ്റെ പിറകോട്ട് മറിയുന്ന ശ്വാസം പോലും നേരെ വേണ്ട എടുക്കാൻ കഴിയാതെ, അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, ആ പ്രിയപ്പെട്ട ആ ഒരു കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക് ഈ ശ്രീനന്ദൻ എന്ന് പറയുന്ന ഈ പൊന്നുമോളുടെ ആ ചേതനയേറ്റ ശരീരം ആംബുലൻസിൽ കൊണ്ടുവരികയാണ്. ആ രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. ആദ്യം കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, പിന്നെ അമ്മയും മറ്റുള്ളവരൊക്കെ പിന്നെ ഈ കൂടെ വരികയാണ്. അതിങ്ങനെ ആംബുലൻസ് ഇങ്ങനെ വരുമ്പോൾ ആ അമ്മയും ബന്ധപ്പെട്ടവരും അവിടെ ഈ പൊന്നുമോളുടെ ശരീരം കണ്ടിട്ട് അവിടുന്ന് പെടയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പടച്ച റബ്ബേ, അതിങ്ങനെ കാണുമ്പോൾ, നമുക്കതിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ, അവിടെ ആ ഇടങ്ങേറ് കാണുമ്പോൾ തന്നെ നമുക്കാർക്കും താങ്ങണില്ല. അപ്പോൾ അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ എന്തേക്കരം അല്ലേ? ആ അനുഭവിക്കുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ എത്രത്തോളം വേദനയായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ യാത്ര പോകുമ്പോഴും നമ്മളെ മറ്റുള്ളവരൊപ്പം നിൽക്കും, നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ സ്വയം നമ്മളൊരു ശ്രദ്ധ വേണം. നമ്മൾ വിനോദം എന്ന് പറയുമ്പോൾ ആ വിനോദത്തിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേരരുത്. നമ്മളിപ്പോൾ നമ്മൾ പറയും നമ്മളെന്താ ചെയ്യുക, അതൊക്കെ അങ്ങനെ ആയിപ്പോയി എന്ന് പറയും. പക്ഷേ എന്നാലും നമ്മുടെ കാര്യത്തിൽ എവിടെ എൻ്റെ കുട്ടി ഒപ്പമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒപ്പമുണ്ടോ, ഭാര്യ ഒപ്പമുണ്ടോ, ഉമ്മയും പാപ്പയും ഉണ്ടോ, മക്കളുണ്ടോ, ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. യാത്ര പോകുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ പറയും സ്വന്തം ഓരോരുത്തരെയും ശ്രദ്ധിക്കുക, ഒപ്പം നടക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുക അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും പക്ഷേ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അശ്രദ്ധ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. നമുക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അല്ലേ? നമുക്കിനി ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ദുനിയാവിലുള്ള അവരുടെ ഓരോ വിഷമങ്ങൾക്ക് വേണ്ടി നമുക്കൊപ്പം ചേർന്ന് നിൽക്കാം. മതമോ ജാതിയോ നോക്കാതെ നമുക്ക് കഴിയുന്നവരൊക്കെ ഒപ്പം ചേർന്ന് നിൽക്കുക. അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അത് നോക്കൂ, ആ കുടുംബവും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും നാട്ടുകാരൊക്കെ കൂടി പ്രാർത്ഥിച്ചു ശ്രീനന്ദ തിരിച്ചു വരുമെന്ന് വിചാരിച്ച്. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ആ പെൺകുട്ടിയുടെ മരണവാർത്തയാണ് അല്ലേ? ഒരുപാട് താഴ്ചയിൽ ആ പെൺകുട്ടി ഇങ്ങനെ കിടക്കുന്ന രംഗമാണ് നമ്മളൊക്കെ കണ്ടത്. അപ്പോൾ
വിധികളാണ് എന്ന് ആ വിധിയിൽ നമ്മളൊക്കെ തൃപ്തിപ്പെട്ട് ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ നമ്മളൊക്കെ മനസ്സ് കാണിക്കുക. ഒരാളിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് പടച്ചറബ് തരാതിരിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സോടു കൂടെ അനുസരണയുള്ളവരാക്കി അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചവരാക്കി അള്ളാഹു മാറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.